ഹലോ, അസ്സാം വലൈക്കും. മീഷോ ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയിട്ട് ഇന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ റീൽസും ഷോർട്സും എല്ലാം ഇപ്പോൾ മീഷോയിലുള്ള പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് മീഷോയിൽ നിന്നും ഈസി ആയിട്ട് നമുക്ക് വേണ്ട പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാന്നുള്ളത് ഇന്ന് പലർക്കും അറിയില്ല, സംശയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് മീഷോ നിന്ന് ഓർഡർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന ഇതാണ് മീഷോയുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പണായി വരുമ്പോൾ നമ്മളോട് ആദ്യം നമുക്ക് വേണ്ട ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറയും. മലയാളമാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഫോൺ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP വെച്ച് നമുക്ക് സൈനപ്പ് ചെയ്യാം. അതെല്ലാം മുന്നേ നമ്മുടെ കയ്യിൽ മീഷോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ തുറന്നു വരുന്ന പേജിൽ നമുക്ക് മീഷോയിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും കാണാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ്സും മീഷോയിലുണ്ടാകും. പിന്നെ ഇത് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളതും നമുക്ക് കാണാം. കിഡ്സിൻ്റെ സെക്ഷൻ ഉണ്ട്, മെൻസിൻ്റെ സെക്ഷൻ ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, കുർത്ത സെറ്റ്, പാർട്ടി വെയർ, ഇനി ബാഗ് സംഭവങ്ങളത്, മേക്കപ്പ് പ്രോഡക്ട്സ്, ഷൂ, ചെരുപ്പ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് മീഷോയിലുണ്ട്. പിന്നെ മീഷോയിൽ നിന്നും നമുക്ക് നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നട്ട്സ് സംഭവങ്ങളൊക്കെ, അങ്ങനത്തൊക്കെ മാക്സിമം മീഷോയിൽ നിന്നും ഓർഡർ ചെയ്യാതിരിക്കുക. കാരണം അത് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടില്ല. പക്ഷെ നമ്മളെ ഡ്രസ്സ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേക്കപ്പ് സാധനങ്ങളും ഇതിൽ നിന്നും ഒഴിവാക്കാം. ബാക്കി എല്ലാതും ഇതിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഡയപ്പർ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനില്ല. അത് നമുക്ക് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സ്ചേഞ്ചും ഉണ്ടാകില്ല. ബാക്കി നമ്മൾ കുർത്ത ഐറ്റംസൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് പറ്റിയിട്ടില്ല, ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ സൈസ് ഫിറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 റേറ്റ് കാണിക്കും. അതിൽ ബ്ലാക്ക് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോഴതും ഗ്രീൻ കളറിലുള്ളത് നമുക്ക് ഓഫറിൽ, ഓൺലൈൻ പേയ്മെൻറ്റിനൊക്കെ ഓഫറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ നോക്കണം, റേറ്റിംഗ് നോക്കണം, അതിൻ്റെ റിയൽ ഇമേജ് നോക്കണം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഏകദേശം ഏത് ഡേറ്റിലാണ് നമുക്ക് പ്രോഡക്റ്റിൽ കയ്യിൽ കിട്ടുക എന്നുള്ള ഡേറ്റൊക്കെ ഇതിൽ കാണിക്കും. പിന്നെ ഫ്രീ ഡെലിവറി ആണോ, മറ്റേ ഡെലിവറിക്ക് പേയ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സൈസ് സെലക്ട് ചെയ്തിട്ട് ബൈ നൗ കൊടുക്കാം. ഇനി നമുക്ക് ഏത് അഡ്രസ്സിലേക്കാണോ നമ്മൾ പ്രോഡക്റ്റ് എത്തേണ്ടത് ആ അഡ്രസ്സ് കറക്റ്റായിട്ട് തെറ്റാതെ ഇവിടെ കൊടുക്കുക. നമ്മുടെ പേര്, ഫോൺ നമ്പർ, പിന്നെ നമ്മളെ അഡ്രസ്സ്, ഇത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഫോൺ നമ്പർ നമുക്ക് കോൾ വരും. പിന്നെ ഇവിടെ നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ബ്ലാക്ക് കളർ കണ്ട റേറ്റ് ആയിരിക്കും പ്രോഡക്റ്റിന് ഉണ്ടാക്കുക. ഓൺലൈൻ പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫറുണ്ട്, ഓഫർ റേറ്റിന് നമുക്ക് കിട്ടും. ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല ഓഫറിൽ കിട്ടും. പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് വേഗം തന്നെ കയറും. അപ്പോൾ നമ്മൾ ഓർഡർ കൺഫേം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടാവുക മൈ ഓർഡേഴ്സിലാണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ പ്രോഡക്റ്റ് എന്ന് കയ്യിൽ കിട്ടും. അതിൻ്റെ ട്രാക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റും.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.